ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കൾ ഏതെങ്കിലും കേസിൽ പെട്ടാൽ, മയക്കുമരുന്ന് കേസോ മറ്റ് കേസോ നിയമലംഘനത്തിലോ പെട്ടാൽ അത് സ്വാഭാവികമായിട്ടും വാർത്തയാവും. മാധ്യമങ്ങൾ ആഘോഷിക്കും, മാപ്രകൾ ആഘോഷിക്കും. അത് ചില പാർട്ടിക്കാരുടെ രാഷ്ട്രീയ നേതാക്കളുടെ, ചില പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളാണെങ്കിൽ കൂടുതൽ ആഘോഷിക്കും. ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളുടെ മക്കളാണെങ്കിൽ കഴിവതും അത് ഒതുക്കാൻ നോക്കും. തീരെ ഒതുക്കാൻ വയ്യെങ്കിൽ അകത്തെ പേജിലെ 2 കോളത്തിലോ 1 കോളത്തിലോ അല്ലെങ്കിൽ ചാനലിൽ വളരെ അപ്രധാനമായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ വളരെ ചുരുക്കിയോ ആ വാർത്ത വരുന്നു. എന്നാൽ ചിലരുടെ മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ആഘോഷിക്കും. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ, അതുപോലെ CPIMലെ ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ കേസിൽപ്പെട്ടാൽ അത് മാപ്രകൾ, മുഖ്യധാര മാധ്യമങ്ങൾ വെച്ചടി ആഘോഷിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കായംകുളം MLA CPIMലെ പ്രതിഭയ്ക്കെതിരെ, പ്രതിഭയുടെ മകനെതിരെ ഉണ്ടായ കേസും അത് മാപ്രകൾ ആഘോഷിച്ചതും എങ്ങനെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. സംഭവം എന്താണ്? പ്രതിഭയുടെ മകനും മറ്റു 9 പേരും ചെറുപ്പക്കാര്, വിദ്യാർത്ഥികൾ തകഴിയിലെ തകഴി റോഡ് പാലത്തിന് കീഴിയിരിക്കുമ്പോൾ ആരോ മെസ്സേജ് കൊടുത്തിട്ടാവാം, സന്ദേശം കൊടുത്തിട്ടാവാം, അവിടെ എക്സൈസ് പാർട്ടി വന്ന് ഈ കുട്ടികളെ ചോദ്യം ചെയ്യുന്നു. ഇതിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും 30 ഗ്രാം കഞ്ചാവ് പിടിച്ചു. അപ്പൊ എക്സൈസ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്, എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥര് കുട്ടികൾ 9 പേരെ ഞങ്ങൾ ഒരു സന്ദേശം സൂചന കിട്ടിയതനുസരിച്ച് പോയി ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും 30 ഗ്രാം കഞ്ചാവ് പിടിച്ചു. പിന്നെ കുട്ടികളെ നിയമപരമായിട്ട് കേസിൽ ജാമ്യം കൊടുത്ത്, സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ട് അവരെ വിട്ടയച്ചു. ചെറിയ 30 ഗ്രാം മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ എക്സൈസ് പറയുന്നില്ല പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയെന്ന് അവിടെ ഒന്നും പറയുന്നില്ല. ഈ 9 പേരിൽ ഒരാളുടെ. പക്ഷേ മാധ്യമങ്ങൾ അത് വെച്ചങ്ങ് ആഘോഷിച്ചു. പ്രതിഭയുടെ മകനാണ് കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി. കഞ്ചാവ് പിടിച്ചത് പ്രതിഭയുടെ മകന്റെ പക്കൽ നിന്നുമാണെന്നുള്ള രൂപത്തിലേക്ക് കൊടുക്കാവുന്ന വളച്ചൊടിച്ച വാർത്തകളാണ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് തീരെ സഹിക്കവയ്യാതെ ഫേസ്ബുക്കിൽ ലൈവിലേക്ക് പ്രതിഭ കഴിഞ്ഞ ദിവസം വന്നു. മകനെയും ചേർത്ത് പിടിച്ചവര് വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. കരഞ്ഞുകൊണ്ട്, കണ്ണീര് ഒഴുക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞു, ഒരു അമ്മ എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും കായംകുളം MLA പ്രതിഭ. അവർ പറഞ്ഞു, ഞാൻ പലപ്പോഴും മാധ്യമങ്ങളുടെ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ പലർക്കും എന്നോട് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയ ഒരു കാര്യം വെച്ച് ആഘോഷിച്ച് എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചു. കഴിഞ്ഞ കായംകുളം ഇലക്ഷനിൽ തുടങ്ങിയ കാര്യങ്ങൾ, അന്ന് എനിക്കെതിരെ പ്രവർത്തിച്ചത് മുഴുവൻ മാധ്യമങ്ങളിലെ ചില മാധ്യമങ്ങളായിരുന്നു, എല്ലാ മാധ്യമങ്ങളും അല്ല എന്ന് പ്രതിഭ ഇവിടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, എൻ്റെ മകന് തെറ്റുകാരനാണെങ്കിൽ, അവൻ്റെ ഇന്ന് കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക്, സത്യമതല്ലാത്ത സ്ഥിതിക്ക് ഈ മാധ്യമങ്ങൾ എൻ്റെ മകനെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞത് ഒന്നുകിൽ പിൻവലിച്ച് മാപ്പ് പറയണം, ആ വാർത്ത തിരുത്തണം, പിൻവലിക്കണം. ഇനി നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ തെറ്റേറ്റ് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം എന്നാണ് പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞത്. അവര് പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുക്കൾ അല്ലെ മകനോ മകളോ ഒക്കെ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ ഇങ്ങനെ കണ്ണടച്ച് കഥയുണ്ടാക്കി, അപ്പോൾ എക്സൈസിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പേരിൽ അത് വെച്ചിട്ട് 9 പേരെ പിടിച്ചു, അതിൽ MLAയുടെ മകനുണ്ട്, പ്രതിഭയുടെ മകനുണ്ട് എന്നതിൻ്റെ പേരിൽ അവനാണ് യഥാർത്ഥ പ്രതി, വലിയ പ്രതി, 1ാം പ്രതി എന്ന രൂപത്തിൽ മാധ്യമ സൃഷ്ടി ഉണ്ടാക്കുന്നത് ഈ എക്സൈസിന്റെ ഈ റിപ്പോർട്ട് വെച്ചിട്ടാണ്. പക്ഷേ എക്സൈസ് റിപ്പോർട്ടിൽ പറയുന്നില്ല കഞ്ചാവ് പിടിച്ചത് ഈ പ്രതിഭയുടെ മകന്റെ പക്കൽ നിന്നുമാണെന്ന് പറയുന്നുമില്ല. പറയാത്ത സ്ഥിതിക്ക് ഈ വാർത്തയെ ഇങ്ങനെ പൊലിപ്പിച്ചു കൊടുത്ത മാധ്യമങ്ങൾ അവർ മാപ്പ് പറയണം, തെറ്റ് തിരുത്തണം, വാർത്ത തിരുത്തണം എന്നാണ് പ്രതിഭ ഫേസ്ബുക്ക് ലൈവിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, മീഡിയ 1 തുടങ്ങിയ ചാനലുകളാണ് ഈ രൂപത്തിൽ വളച്ചൊടിച്ച് വാർത്ത കൊടുത്തതെന്നും പ്രതിഭ തൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു. അപ്പോൾ മാധ്യമങ്ങൾ മനുഷ്യമാംസം കൊന്നു തിന്നുന്ന രീതി മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നവർ പറയുന്നുണ്ട്. നമ്പി നാരായണൻ, ISRO സയന്റിസ്റ്റ് നമ്പി നാരായണൻ പണ്ട് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നില്ല.
ഞാനായിട്ടത് ഇവിടെ വീണ്ടും പറയുന്നില്ല എന്നും തൻ്റെ ഫേസ്ബുക്ക് ലൈവ് അവസാനിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, പ്രതിഭ പറയുന്നുണ്ട്. ഇനി പോട്ടെ, അത് നമ്പിനാരായണൻ എന്താ പറഞ്ഞ അത് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. തകഴിപ്പാലത്തിലെ ഈ കേസ് അവിടെ നിൽക്കുമ്പോൾ നമ്പിനാരായണൻ പറഞ്ഞത് എന്താണ്? കോഴിക്കാലും ഒരു കുപ്പിയും കിട്ടിയാൽ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ എന്തും ചെയ്യും എന്നാണ്, ആ രൂപത്തിലാണ് നമ്പിനാരായണൻ പ്രതികരിച്ചത്. എന്ന് പറഞ്ഞാൽ കോഴിക്കാലും ഒരു മദ്യക്കുപ്പിയും കിട്ടിയാൽ ഈ നാട്ടിലെ മാപ്രകൾ പലരും എന്തും കാട്ടിക്കൂട്ടും, എന്ത് നുണക്കഥയും എഴുതുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇപ്പോൾ പ്രതിഭയിൽ വന്ന് നിൽക്കുമ്പോൾ പ്രതിഭ പറയുന്നത് അത് കോട്ട് ചെയ്തിട്ടാണ്. ആ വാക്കുകൾ അതേപടി പറഞ്ഞില്ലെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിലെ അവസാനിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെയാണോ വാർത്തകൾ കൊടുക്കേണ്ടത്? നിങ്ങൾ കൊടുത്ത ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രസ്താവന പിൻവലിക്കുക, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക എന്ന് പ്രതിഭ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത തെറ്റാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളത് തിരുത്തണം, മാപ്പ് പറയണം. ന്യായമായ ആവശ്യമാണ്. അത് MLA ആയതുകൊണ്ടല്ല, രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടല്ല, ഏത് പൗരനും, സാധാരണക്കാരായ ഏത് പൗരനുമുള്ള അവകാശമാണത്. അവരുടെ മാന്യത ഇവിടെ സംരക്ഷിക്കപ്പെടണം, ഉയർത്തിപ്പിടിക്കപ്പെടണം. അതിന് മാപ്രകൾ, മാധ്യമങ്ങൾ അതിനെ വികലമാക്കി ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന നിലപാടാണ് നമ്മൾ